എത്ര കാലമായി കലാപം കൊണ്ട്, ഗ്രൂപ്പ് കലാപം കൊണ്ട് തളർന്നുപോയ ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്? ഇന്നെന്തേ ഗ്രൂപ്പ് കലാപം ഇല്ലാത്തത്? ആ ഗ്രൂപ്പ് കലാപം ഇല്ലാതെ പോയത് നമ്മുടെ ഐക്യത്തിന്റെ കരുത്തിന്റെ പുറത്താ. ആ ഐക്യത്തിന് വിദ്രോഹം നൽകിയവർ നിങ്ങളാ. നിങ്ങളെ മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്ന് ഞാൻ ഓരോ ആളോടും നേരിട്ട് പറയുന്നതിന് തുല്യമായി വാക്ക് നിങ്ങൾ മുകളിലെടുക്കണം. ഓരോ ആളോടും ഞാൻ നേരിട്ട് പറയുന്നതായി നിങ്ങൾ മുകളിലെടുക്കണം. നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളാണ് അതിന്റെ പിന്തുണ, നിങ്ങളാണ് എന്റെ പ്രേരക ശക്തി. ആ പ്രേരക ശക്തിയായ നിങ്ങളോടൊപ്പം ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് എനിക്കൊരു പ്രശ്നമല്ല. ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനത്തിനു മുമ്പിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് കർത്തവ്യം, നമുക്ക് ജയിക്കണം, നമുക്ക് ഭരിക്കണം. ആ ഭരണരംഗത്ത് കോൺഗ്രസിന്റെ കരുത്ത് കാണിക്കാൻ നമുക്ക് സാധിക്കണം. CPM-നെതിരെയുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഒരു പടക്കുതിര പോലെ ഞാൻ എന്നുമുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുകയാണ്. സമരപരിപാടികളും സംഘടനാ പരിപാടികളും, ശാസ്ത്രവേദി, പോളി ആന്റി റിസർച്ച് കമ്മിറ്റി, സംസ്കാര സാഹിതി എന്നിവ പുനഃസംഘടിപ്പിച്ച് പുതിയ ചെയർമാൻമാരെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. KPPC ആസ്ഥാനത്ത് KT തോമസിന്റെ സ്മരണാർത്ഥം മികച്ചൊരു ലൈബ്രറി സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കോൺഗ്രസിന്റെ ഇതുപോലെ സമര പരിപാടികളും പ്രക്ഷോഭങ്ങളും നടന്ന കാലമില്ല. നിയമസഭ, രാജ്ഭവൻ മാർച്ചുകൾ, കളക്ട്രേറ്റ് മാർച്ചുകൾ, റേഷൻ കടകൾ മാർച്ചുകൾ, മുന്നിൽ പ്രതിഷേധങ്ങൾ എന്നിവ സംബന്ധിച്ച വൈദ്യുതി നിരക്ക് വർധന, കെട്ടിട നികുതി വർധനവ്, വെള്ളക്കരം വർധനവ്, ആരോഗ്യ മേഖലയിലെയും ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ചകൾ, തൊഴിലാളി വഞ്ചന, പിൻവാതിൽ നിയമനം, ഇന്ധന വിലവർദ്ധനവ്, അവശ്യം സാധനങ്ങളുടെ വിലവർദ്ധനവ്, സർക്കാർ സ്പോൺസേഡ് അഴിമതി, അക്രമം എന്നിവയ്ക്കെതിരെ ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം തലങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നമ്മൾ കേരളത്തിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ നിരന്തരമായ സമരപരിപാടികൾ സംഘടിപ്പിച്ച് ഏതാനും ദിവസം മുമ്പാണ് തിരുവനന്തപുരത്തെ ഇളക്കി മറിച്ച ഭരണഘടനാ സംരക്ഷണ റാലി നമ്മൾ നടത്തിയത്. ഞെട്ടിപ്പോയി ഇവിടുത്തെ പ്രതിപക്ഷം. തിരുവനന്തപുരത്തെ അന്നത്തെ പ്രകടനം ജനങ്ങളെ അമ്പരപ്പിച്ചു. സത്യത്തിൽ ഞാൻ KPCC പ്രസിഡന്റായത് മുതൽ പാർട്ടിയുടെ പരമോന്നതമായ എക്സിക്യൂട്ടീവ് KPCC ഓഫീസിൽ ചേരാനുള്ളതിന് പുറമെ 2-3 ദിവസം രാവും പകലും നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവ് ചേരാൻ സാധിച്ചതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. 2022 കോഴിക്കോട് നവസങ്കല്പ ചിന്തൻ ശിബിർ സംഘടിപ്പിച്ചത് സംഘടനാ പ്രവർത്തനത്തിന് ദിശാബോധം നൽകാൻ സാധിച്ചു. തുടർന്നുള്ള 2 വർഷങ്ങളിലും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവ് വയനാട് നടത്തുവാനും നമുക്ക് നമ്മുടെ മുഴുവൻ നേതാക്കളെ പങ്കെടുപ്പിച്ച് പാർട്ടിയുടെ പ്രവർത്തന പരിപാടികൾക്ക് മാർഗരേഖ ഉണ്ടാക്കാനും സാധിച്ചു എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നമുക്ക് അഭിമാനിക്കാം. സംഘടനയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും ക്രിയാത്മകമായ ചർച്ചകളിലൂടെ സംഘടനയെ ശാക്തീകരിക്കാനും ഓരോ വർഷവും നടന്ന ഇത്തരം പരിപാടികളിലൂടെ സാധിച്ചുവെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. 2024 ചേർന്ന എക്സിക്യൂട്ടീവ് മിഷൻ 2025 രേഖ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, പാർട്ടിയുടെ സംഘടനാ തന്ത്രം വിശദീകരിക്കുന്ന കലണ്ടർ തയ്യാറാക്കി അത് ഉള്ളുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നാം മുന്നോട്ട് കൊണ്ടുപോയത്. മഹാറാലികളും പദയാത്രകളും, വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം, മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ ശതാബ്ദി ആഘോഷം എന്നിവയുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ഞങ്ങൾ രൂപം നൽകി. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ പങ്കെടുപ്പിച്ച് വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുകയും അതിന്റെ ഭാഗമായി 5 മേഖലാ പദയാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹ റാലിയിലെ 1 ലക്ഷം പേരാണ് പങ്കെടുത്തത്. കോൺഗ്രസിന്റെ റാലിയിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയും പേർ പങ്കെടുത്ത റാലി സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാധ്യമങ്ങൾ പോലും കരുതിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നേയുള്ള പ്രചരണത്തിന് തുടക്കം കുറിച്ച് തൃശൂരിലെ മഹാജനസഭ സംഘടിപ്പിച്ചു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. മഹാജനസഭയിലെ ബൂത്ത് പ്രസിഡന്റുമാർ, വനിതാ വൈസ് പ്രസിഡന്റുമാർ, മണ്ഡലം മുതൽ AICC തലം വരെയുള്ള ഭാരവാഹികൾ, പ്രവർത്തകരുമായ 75,000-ഓളം ആളുകൾ പങ്കെടുത്ത നേതൃത്വ സംഗമം സംഘടിപ്പിച്ചതിലൂടെ താഴെത്തട്ടിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നവോന്മേഷം നൽകാൻ നമുക്ക് സാധിച്ചു. 1 ലക്ഷത്തോളം പേരെ അണിനിരത്തി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ റാലി കോൺഗ്രസിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള എക്കാലത്തെയും നിലപാട് വീണ്ടും പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ CPM പുലർത്തിയ ഇരുട്ടത്താപ്പ് തുറന്നു കാട്ടാനും നമുക്ക് സാധിച്ചു.